ആലപ്പുഴയിലെ ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന ഉത്തരവിൽ പ്രതിഷേധിച്ച് ഹോട്ടൽ ഉടമകൾ 31 വരെ കടകൾ അടച്ച് പ്രതിഷേധിക്കും. 31 ശേഷം കലക്ടറുമായി വീണ്ടും ചർച്ച നടത്താനും തീരുമാനം. അതിനുശേഷം മറ്റ് തീരുമാനങ്ങൾ എടുക്കുമെന്നും കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. ഇസത്ത് സുൽഫിക്കർ വിവരങ്ങൾ നൽകും. ഇസത്തായി പക്ഷിപ്പനി പടർന്നു പിടിച്ചതിനെ തുടർന്നല്ലേ ശക്തമായ നിയന്ത്രണം ഈ ഹോട്ടലുകളിന്മേൽ ഏർപ്പെടുത്തിയത്? അതിൽ പ്രതിഷേധിച്ചാണോ ഇങ്ങനെയൊരു തീരുമാനം അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്? അതേ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് പക്ഷിപ്പനി വ്യാപിച്ചതോടെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എത്തിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഈ പക്ഷിപ്പനി വ്യാപിച്ചതോടുകൂടി ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവില് ചിക്കൻ വിഭവങ്ങൾ വിൽക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പല ഹോട്ടലുകളും വ്യാപകമായ പരിശോധനയും നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ വരുന്ന 30-ാം തീയതി മുതൽ ഹോട്ടലുകൾ അടച്ച ഹോട്ടൽ ഉടമകൾ പ്രതിഷേധിക്കും എന്ന തീരുമാനത്തിലാണ് എത്തിയിരുന്നത്. ഇന്നലെ ജില്ലാ കളക്ടർ അലക്സ് വർഗീസുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഹോട്ടൽ ഉടമകൾ നടത്തിയിരുന്നു. എന്നാൽ ആ ഒരു കൂടിക്കാഴ്ചയും ഒരു പരാജയമായതിന്റെ പിന്നാലെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എത്തിയിരിക്കുന്നത്. ഏകദേശം 31-ാം തീയതി വരെ ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റ് ചർച്ചകൾ നടത്തിയതിനു ശേഷം ഒരു അനിശ്ചിതകാല സമരമായി ഇത് മാറുമോ എന്ന ഒരു സംശയവും നിലനിൽക്കുകയാണ്. യെസ്, 31 എന്ന് പറയുമ്പോൾ നാളെ വരെയാണ് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങളാണ് ഇസത്ത് സുൽഫിക്കർ നൽകിയത്.